ജമ്മു കാശ്മീരിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള ഏറ്റവും ഒടുവിലത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്ത്യൻ മുന്നണിക്ക് ലാസ്റ്റ് ചിരി എന്ന് പറയുന്ന ഘട്ടത്തിലും ജമ്മു കാശ്മീരിൽ ഒരു സാധ്യത ഇപ്പോഴും BJP കാണുന്നുണ്ട്. കാരണം ഒരു കൂട്ടു മന്ത്രിസഭ വരികയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ ഉപയോഗിക്കുന്ന 5 MLA സീറ്റുകളുടെ നാമനിർദ്ദേശം ഒരു പ്രധാനപ്പെട്ട തുറപ്പുചീട്ടായിരിക്കുകയും ചെയ്യും. ഇതൊക്കെ വരാൻ പോകുന്ന ജാർഖണ്ഡ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് നോബൽ ബാരിക്കാരൻ നിൽക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ പിന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും കൗണ്ടിംഗ് കേന്ദ്രത്തിന് മുന്നിലാണോ? അരുൺ, ഞാനുള്ളത് കോൺഗ്രസിന്റെ ദില്ലിയിലെ ആസ്ഥാനത്താണ്. ഇന്നിപ്പോൾ വിജയമുണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആഘോഷം കോൺഗ്രസ് നടക്കാൻ പോകുന്നത് ഇവിടെയായിരിക്കും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ട് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 10 തവണയാണ് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പ്രചരണത്തിൽ പോയത്. ജമ്മു കാശ്മീരിലും രാഹുൽ ഗാന്ധിയുടെ നിരവധി റാലികൾ നടന്നു. സ്വാഭാവികമായും രാഹുലാണ് ഈ 2 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പ്രചാരണം ചുക്കാൻ പിടിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് വലിയ ഒരു ആഘോഷം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് ഹരിയാനയിൽ പൂർണ്ണമായും വിജയം അനുകൂലമായിരിക്കുമെന്ന് പ്രവചിച്ച പശ്ചാത്തലത്തിൽ, ഒപ്പം ജമ്മു കാശ്മീരിലെ സാഹചര്യം സൂചിപ്പിച്ചതുപോലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തൂക്കുസഭയിലേക്കായിരിക്കും പോകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്നുണ്ടാകാൻ പോകുന്നത് വലിയ ആഘോഷമായിരിക്കും എന്നാണ് നമുക്കിപ്പോൾ വിവരമുള്ളത്. അതിന്റെ ഒരു ആഘോഷത്തിന്റെ തുടക്കങ്ങളൊക്കെ ഇതിനോടകം തന്നെ പ്രവർത്തകർ ആരംഭിച്ചു കഴിഞ്ഞു. ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് ലക്ഷ്യം വെച്ച് പോയ BJPക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ കഴിയാത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ തന്നെ മോദി പ്രഭാവത്തിന് വലിയ മങ്ങൽ ഏറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് ഹരിയാന, ജമ്മു കാശ്മീർ എന്നീ 2 സംസ്ഥാനങ്ങളുടെ ഫലം ഇന്നിപ്പോൾ വരാൻ പോകുന്നത്. രണ്ടിടത്തും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള മോദി പ്രഭാവം അത് വീണ്ടും താഴത്തേക്ക് പോകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ തെരഞ്ഞെടുപ്പ് ഫലം ദേശീയ രാഷ്ട്രീയത്തിൽ പല ചലനങ്ങളും ഉണ്ടാക്കും എന്നതും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകൾ വരുന്ന ആഴ്ച പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ മത്സരം ഉണ്ടാകും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ഹരിയാനയുടെ സമാനമായി 10 വർഷത്തെ BJP ഭരണം അത്തരത്തിൽ BJP ഭരണമാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. അതോടൊപ്പം ജാർഖണ്ഡിലാണെങ്കിൽ ഇന്ത്യ സഖ്യം ഭരിക്കുന്നു. ഈ 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഹരിയാനയിലും ജമ്മു കാശ്മീരിലും BJPക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ 2 തെരഞ്ഞെടുപ്പുകളെയും അത് സ്വാധീനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു, ഇന്ത്യ സഖ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ജാർഖണ്ഡിലെയും ഒപ്പം മഹാരാഷ്ട്രയും തെരഞ്ഞെടുപ്പിനെയും ഇത് ബാധിക്കും എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ആം ആദ്മി പാർട്ടിയുമായി ഹരിയാനയിൽ കോൺഗ്രസ് സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും ആ സഖ്യം പരാജയപ്പെട്ടു പോയി. കാരണം 5 സീറ്റുകളാണ് കോൺഗ്രസ് നൽകാമെന്ന് പറഞ്ഞത്. പക്ഷേ ആം ആദ്മി 10 സീറ്റ് വെച്ചു. പക്ഷേ ആം ആദ്മി എടുത്ത ആ തീരുമാനം അത് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം 5 സീറ്റുകൾ കോൺഗ്രസ് ആം ആദ്മിക്ക് വാഗ്ദാനം ചെയ്തതാണ്. അന്ന് ആ സീറ്റുകൾ ഒരുപക്ഷെ ആം ആദ്മി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് വലിയ തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ ചിത്രം ഉണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ച് ദില്ലിയിലേക്ക് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാൻ പോവുകയാണ്. ആം ആദ്മി സർക്കാരാണ് ഇവിടെ ഉള്ളത്. കോൺഗ്രസ് ഇവിടെയും ഒരു സഖ്യത്തിൽ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ആ 5 സീറ്റ് നൽകാൻ തയ്യാറായത് എന്നാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഹരിയാന, ജമ്മു കാശ്മീർ വിധി എഴുതാൻ പോവുകയാണ്. തീർച്ചയായും 8 മണിക്ക് വോട്ടെണ്ണുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ ട്രെൻഡ് വ്യക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 55 സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തും എന്നതാണ് കോൺഗ്രസ് ഹരിയാനയിൽ പ്രതീക്ഷിക്കുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡ ഒരിക്കൽ കൂടി ഹരിയാനയുടെ മുഖ്യമന്ത്രിയാകുമെന്നും ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. കാരണം ഹരിയാനയിൽ ഒരുപക്ഷെ വരാൻ സാധ്യതയുള്ള റിസൾട്ടും ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നതായിരിക്കും. 55 സീറ്റുകൾ 60 സീറ്റുകൾ വരെ നേടിയാലും അത്ഭുതമില്ല. 3-2 ഭൂരിപക്ഷത്തോടുകൂടി ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ അധികാരത്തിലേക്ക് എത്തും. പക്ഷെ അപ്പോഴുമുള്ള ചോദ്യം, കുമാരി സെൽജി ഉയർത്തുന്ന വിമത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ? ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുമാരി സെൽജ നിലപാട് കടുപ്പിക്കുമോ? ഏറ്റവും ഒടുവിൽ ഹരിയാനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം, കുമാരി സെൽജി ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങളും തിരക്കിട്ട് നടക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ. പക്ഷേ നിലവിൽ 60 സീറ്റുകൾ നേടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ MLA-മാരെ പിളർത്തുക സാധ്യമല്ല. ഹരിയാനയിൽ എന്തു രാഷ്ട്രീയവും നമ്മൾ പ്രതീക്ഷിക്കണം. രാഷ്ട്രീയ ഡങ്കൽ ഏറ്റവും കൂടുതൽ തീവ്രമായി പയറ്റുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് എന്നത് പ്രേക്ഷകർക്കറിയാം. നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ആയാറാം ഗയാറാമിന്റെ മണ്ണാണ്. അതുകൊണ്ട് ആര് വരുന്നു ആര് പോകുന്നു എന്ന് നിശ്ചയമില്ല. ഏറ്റവും ഒടുവിൽ പോലും പ്രകാശ് തൽവാറിനെ പോലെയുള്ള നേതാക്കൾ BJPക്ക് വേണ്ടി പ്രചരണം നടത്തി. ദയാവ് സിംഗ് സൈനി കി ജയ് എന്ന് വിളിച്ച മണിക്കൂറുകൾക്കുള്ളിൽ രാഹുൽ ഗാന്ധി കി ജയ് എന്ന് വിളിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ ക്യാമ്പിലേക്ക് എത്തി.
നടത്തിയതാണ്. ആയാറാം ഗയാറാമിന്റെ തുടക്കം ഹരിയാനയിൽ നിന്നാണെങ്കിൽ ഇന്നും അതേ രാഷ്ട്രീയ അന്തരീക്ഷം ഹരിയാനയിലുണ്ട് എന്നതാണ് വാസ്തവം. പക്ഷേ അപ്പോഴും 60 സീറ്റുകൾ നേടി ഭൂപീന്ദർ സിംഗ് ഹൂഡ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ BJPക്ക് വീണ്ടും കോൺഗ്രസിനെ പിളർത്തി അവിടെ ഒരു സർക്കാർ രൂപീകരിക്കുക സാധ്യമല്ല എന്നാണ് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മാത്രവുമല്ല, ഹരിയാനയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമ്പോൾ അവിടെ INLDയുടെയും JJPയുടെയും നിലപാടുകളും നിർണായകമാകും. ഒരുപക്ഷെ 50 സീറ്റുകൾ നേടുകയാണെങ്കിൽ JJPയും INLDയും വകവയ്ക്കാതെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും. 10 വർഷത്തിന്റെ BJP ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ അധികാരത്തിലേക്ക് എത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു.